പ്രസ് മീറ്റ് സമയത്ത് ഒരു ചേച്ചി ധ്യാൻ ശ്രീനിവാസനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ സുപ്പി ഗെയിമിംഗ് ആപ്പ് പോലുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യത്തില് എന്തിനാണ് അഭിനയിക്കുന്നത്? ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ അതിന് ധ്യാൻ ചേട്ടൻ കൊടുത്ത മറുപടി വളരെ തഗ്ഗായിട്ടുള്ള രീതിയിൽ എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്നാണ്. അപ്പൊ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്രൈം അല്ലേ? ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അത് പറയാൻ സാധിക്കുന്നു? ഒരു തമാശ രൂപത്തിലാണെങ്കിൽ കൂടി ഈ ഇതേപോലത്തെ ഉള്ള ഗെയിംസ് എൻഡോസ് ചെയ്തിട്ട് ഒരിക്കൽ നല്ല ക്രിറ്റിസിസം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ കോവിഡ് ടൈമിൽ. അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് ഇതില്ല. പക്ഷെ അന്ന് ഞാനത് തിരുത്തി, ഞാൻ അതിൽ നിന്ന് ആ മാസം തന്നെ വിഡ്രോ ചെയ്തു, ആ എഗ്രിമെന്റ് ബ്രീച്ച് ചെയ്തു. ധ്യാൻ പറഞ്ഞത് 100% അയാളുടെ ജെനുവിൻ അഭിപ്രായമാണെന്ന് ഞാൻ അയാളോട് ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നും ഒരു കോ ആക്ടറെന്നും പാർട്ട്ണറെന്നും പ്രൊഡക്ഷൻ ഹൗസിൽ ഇത് വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത് ആ സമയത്തെ പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശയ്ക്ക് കൈയടി, ഇപ്പോഴത്തെ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കുന്നുള്ള വിശ്വാസത്തില് പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് പുള്ളിയെ ഫീൽ ചെയ്തിട്ടില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിന്റെ സമയത്ത് ഉള്ള ധ്യാനല്ല ഇന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അയാൾക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വന്നത് കൊണ്ടാണ്. ഈ നിങ്ങളൊക്കെ തന്നെ കൗണ്ടർ പറയുമ്പോൾ ചിരിച്ച് രസിപ്പിച്ച് ഈ പറഞ്ഞ പോലെ അയാളെ ട്രീറ്റ് ചെയ്തിട്ട് സീരിയസ് ചോദ്യം ചോദിക്കുമ്പോഴേ അയാൾ തമാശ പറയും അല്ലേ? അതപ്പോൾ പറയണം, അതിന് വ്യക്തമായ ഉത്തരവാണ് വേണ്ടിയിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ വെച്ചുള്ള ചോദ്യം അല്ലെങ്കിൽ ആ ഒരു സിനിമ പ്രൊമോഷൻ ഇടയിലല്ലായിരുന്നു ആ ചോദ്യം. നേരത്തെ മറ്റേ ടോപ്പിക് പോലെ തന്നെ. പക്ഷെ എൻ്റെ പേഴ്സണൽ ടേക്ക് ഇതാണ്, എന്ത് കാര്യവും നമ്മളുടെ സമൂഹത്തിൽ റോങ് ആയിട്ടൊരു ഇൻഫ്ലുവൻസ് ചെയ്യുവാണെങ്കിൽ ബീങ് എൻ ആക്ടർ, പ്രേക്ഷകരെ അവരുടെ കാശിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് ഞാനും ആ ഗെയിം കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസ് ഒക്കെ കിട്ടിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അത് സത്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയോടെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ടെംപ്റ്റേഷൻ വരും. മനസ്സിലായി? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾ ഇല്ലാതാകുമ്പോൾ മറ്റേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഗെയിമിങ് ഇങ്ങനത്തെ ഓഫേഴ്സ് പരസ്യങ്ങളൊന്നും വന്നാൽ നമുക്ക് തോന്നില്ല. പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യനല്ലേ, നമുക്ക് തോന്നും. പക്ഷെ അതിന് ഇങ്ങനത്തെ റോങ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, വേറെ ഇപ്പോൾ വഴിയില്ല. എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വെച്ച ഒരു ചോദ്യം, ഇത് എന്തുകൊണ്ട് മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ഈ ചോദ്യം ചെല്ലുന്നില്ല, കേസുകൾ ചെല്ലുന്നില്ല? അപ്പൊ എൻ്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ ഒരു ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം ഞാൻ ആക്ച്വലി ഭയങ്കര ഇച്ചിരി സന്തോഷിക്കുന്ന ഒരു കാര്യം, വിരാട് കോഹ്ലിയും തമന്നയും ഞാനും വരുന്ന കേസിലെ പ്രതികൾ. അപ്പൊ അത് ഞാൻ ഇച്ചിരി കൊള്ളാം, വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. പറയാലോ എവിടെയെങ്കിലും കണ്ട നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു. അപ്പൊ പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് പ്രിവിലേജ് അപ്പം അല്ലേ? അപ്പൊ ധ്യാൻ ശ്രീനിവാസനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആർക്കും ഇതിവിടെ പെർമിസിബിൾ ആണ്. ഈ രണ്ടും ആ ഡബിൾ സ്റ്റാൻഡേർഡും മാറ്റണ്ടേ? അല്ല, സിഗരറ്റ് ഇവിടെ വിൽക്കാം, മദ്യം ഇവിടെ വിൽക്കാം, അത് മരിച്ചു പോകുന്ന നമുക്കറിയാം, ചെയ്താൽ ശരീരത്തിന് നല്ലതെന്നറിയാം, അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം വേണം, അത് ചെയ്യുന്നത് തെറ്റ്. അതെന്താ പറയുക, അത് ഭയങ്കര നേർരേഖയാണ്. എനിക്കൊന്ന് സോഹൻ ചേട്ടൻ അതിനെ കുറിച്ച് എന്തോ, അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ചാൾ മുമ്പ് ശരിക്കും അറിയില്ല ഇതിനെ കുറിച്ച്. അജിച്ചേട്ടാ, ഇപ്പൊ ഷാറുഖ് ഖാനെയോ വിരാട് കോഹ്ലിയോ നമുക്ക് ഇതുപോലെ ചോദ്യം ചെയ്യാൻ കിട്ടാറില്ല, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കൊക്കെ ഡൗട്ട് ചോദിക്കട്ടെ. അതെ അതെ, മാത്രല്ല എന്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അതുകൊണ്ട് മാത്രല്ല അവർക്കൊക്കെ അവരുടെ PR ടീമും അഡ്വക്കേറ്റ്സും ഏജൻസീസും ഇതിൻ്റെയൊക്കെ എല്ലാ നിയമവശങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പൊ ഇന്ത്യൻ നിയമം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടപ്പോൾ, അപ്പൊ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അത് ചെയ്യൂടെ എന്ന് തോന്നിപ്പോ.
അപ്പോഴാണ് താങ്കൾ പറഞ്ഞ ഈ സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റ്. യെസ്, അതൊരാളുടെ പേഴ്സണൽ ടേക്കാണ്. അത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയാൽ അയാൾ ലെറ്റ് ഇറ്റ് കറക്റ്റ്. ഞാനും അങ്ങനെ ഒരിക്കൽ ചെയ്തു, അത് തെറ്റാണ് ചൂണ്ടിക്കാണിച്ച സമയത്ത് ഐ കറക്റ്റ്. തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും, ആരും എല്ലാവരും ആർ ബൗണ്ട് ടു മേക്ക് മിസ്റ്റേക്സ്. അതിൽ അല്ലെങ്കിൽ മനുഷ്യനല്ല. അപ്പൊ അതുകൊണ്ട് ഭയങ്കര നമ്മള് ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അന്ന് അയാൾക്ക് ഒരു എറർ പറ്റി ഉത്തരം പറഞ്ഞില്ല, അയാൾ എത്രയോ നമ്മളെ ചിരിപ്പിച്ചതാണ്. അത് പുള്ളിക്ക് തെറ്റാണെന്ന് തോന്നിയില്ലെന്ന് എനിക്കറിയാം. ഞാനത് കറക്ഷൻ കൂടെ വേണം, എനിക്കൊരു കറക്ഷൻ വേണം. ഇത് എനിക്ക് എന്റെ വേർഷനാണ് കേട്ടോ അന്നത്തെ പ്രസ് മീറ്റിന്റെ. പുള്ളിക്ക് ഇത് തെറ്റാണോ തോന്നിയോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ധ്യാനിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നതാണ്. പറഞ്ഞു അതിൽ തന്നെ അതിൽ പറയുന്നുണ്ടല്ലേ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.